എല്ലാവർക്കും നമസ്കാരം. അനീഷ്, പാലക്കാട്. രാവിലെ തന്നെ കോട്ട മൈതാനത്തിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. ഇതിൻ്റെ അകത്തോട്ടുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഒന്ന് കയറി കാണാമെന്ന് ഓർത്ത്. തിരക്കൊന്നുമില്ല കുട്ടികളുടെ ഒന്ന്. അന്നേരം ഒന്ന് ഇതിൻ്റെ അകത്തോടൊന്ന് നടന്ന് കണ്ടിട്ട് ഒന്ന് വരാം. നല്ല വെയിലാണ്, നല്ല കാറ്റുണ്ട് കൊണ്ട് ചൂടറിയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇനി നടന്ന് കാണാം. ലീവുള്ള ദിവസം കുട്ടികളെ കൊണ്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പാലക്കാട് കോട്ട മൈതാനത്തിന് തൊട്ടടുത്താണ്. ഈ പാലക്കാടിൻ്റെ ചൂടിനെ കുറച്ച് തണൽ നൽകാനായിട്ടുള്ള ഒരു പാർക്ക് പോലും തോന്നുന്നുണ്ട്. നല്ല തണൽ മരമെല്ലാം ഇല്ലത് കൊണ്ട് നല്ല സുഖമാണ് ഇതിൽ കൂടെ നടന്നു പോകാൻ. ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഒരു ബോറടി മാത്രം. എന്തായാലും കാണാനുള്ള നല്ല ഭംഗിയാണ് പാലക്കാടിൻ്റെ കാഴ്ചകളും പാലക്കാട് കോട്ട മൈതാനവും. അതെല്ലാം പാലക്കാട് വെച്ച് നോക്കുമ്പോൾ ചൂട് കൂടുതലായി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് പാലക്കാട്. പാലക്കാട് ടൗണിൽ ഈ കോട്ട മൈതാനം മാത്രമേ കാണാനുള്ളൂ. പിന്നെ കൽപ്പാത്തി അഗ്രഹാരം, പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഗ്രാമപ്രദേശം കാണുന്നത്. കൊല്ലങ്കോട് ഭാഗത്താണ് നല്ല മലയോര ഗ്രാമമായ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണാൻ പറ്റും, ടൗണ്. എന്തായാലും കാസർഗോഡ് നിന്ന് നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വലിയൊരു വളരെ സന്തോഷമാണ്. ഞാൻ എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാസർഗോഡ് വേറെ ലെവല്, പാലക്കാട് വേറെ. പാലക്കാട് ചൂട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ട് അടിപൊളിയാണ് പാലക്കാട്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണലാണ്, ചൂടൊന്നും അറിയില്ല. എന്തായാലും പാലക്കാട് ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഈ പാർക്കിൽ വന്നിട്ടിരിക്കുവാണെങ്കിൽ ഒരാളും കൂടി കൂടെ വേണം, നല്ല രസം ഉണ്ടാവും. എന്തായാലും നമ്മൾ കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പാർക്കിൽ വന്നിരിക്കുമ്പോൾ വളരെ സന്തോഷം. ഒറ്റക്കായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പാലക്കാട് കോട്ട മൈതാനം. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കോട്ട മൈതാനമാണ് കാണുന്നത്. അന്നേരം ഒരു വൈകിട്ട് വന്നെങ്കിലേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. ഈ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ തണലുണ്ട്, എന്നാലും ചൂടുമുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ പൊളിയാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഞാൻ പോവുകയാണ്. ഓക്കെ.